മറ്റൊരു വാർത്തയിലേക്ക്. +2 അറബിക് പരീക്ഷയുടെ ചോദ്യപേപ്പർ കോപ്പിയടിച്ചതായി കണ്ടെത്തൽ. 2023 ജൂണിലെ സേ പരീക്ഷാ ചോദ്യങ്ങളാണ് അതേപടി ആവർത്തിച്ചത്. 100-ൽ 96 മാർക്കിന്റെ ചോദ്യങ്ങളും ആവർത്തിച്ചു. വിവരങ്ങൾ മുഹമ്മദ് അസ്ലം നൽകും. അസ്ലം, ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇന്നലെ നടന്ന അറബിക് പരീക്ഷയുടെ പേപ്പറിൽ +2 ചോദ്യപേപ്പറിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഇതുവരെയും അധികൃതരുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും വിശദീകരണം വന്നിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത മീഡിയയാണ് പുറത്തുവിടുന്നത്. സ്വാഭാവികമായും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അധ്യാപകരും അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ തന്നെ പരീക്ഷാ പേപ്പർ സ്വാഭാവികമായി പരിശോധിക്കും. ഈ ഘട്ടത്തിലാണ് പല ചോദ്യങ്ങളും കഴിഞ്ഞ പരീക്ഷയിലാണെന്ന് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അത് പിന്നീട് 2 ചോദ്യപേപ്പറും വെച്ച് പരിശോധിച്ചപ്പോഴാണ് ഏറെക്കുറെ പൂർണ്ണമായും തനിയാവർത്തനമായി മാറിയിരിക്കുന്നത്. അതായത് 2023 ജൂണിൽ നടന്ന സേ പരീക്ഷയുടെ ചോദ്യത്തിലെ 96 മാർക്കുള്ള ചോദ്യങ്ങളും ഇന്നലെ നടന്ന +2 അറബിക്കിൽ അതേപടി ആവർത്തിച്ചിരിക്കുകയാണ്. അതേസമയം ചോദ്യ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലത് മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞതില് ഒന്നാമത്തെ ചോദ്യം ജൂണിലെ 1ാമത്തെ ചോദ്യമാണ് ഇപ്പോഴത്തെ 6ാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന പരീക്ഷയുടെ 30ാമത്തെ ചോദ്യം കഴിഞ്ഞ പരീക്ഷയുടെ 28ാമത്തെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ചോദ്യ നമ്പറുകൾ മാറ്റുക അല്ലെങ്കിൽ ഉത്തരത്തിന്റെ ഓപ്ഷനുകൾ മാറ്റുക എന്നല്ലാതെ ചോദ്യത്തിൽ അടിസ്ഥാനമായ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സാധാരണഗതിയിൽ തന്നെ ചോദ്യം നിർമ്മിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാറുണ്ട്. അവർക്ക് പ്രത്യേക കാശ് കൊടുത്തും അതോടൊപ്പം തന്നെ രഹസ്യാത്മക സൂക്ഷിച്ചുകൊണ്ടാണ് പരീക്ഷ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. മുൻ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഏറെക്കുറെ അതുപോലെ കോപ്പി അടിച്ചു വയ്ക്കുന്ന ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കാരണക്കായവർക്കെതിരെ നടപടി വേണമെന്ന അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആവർത്തനമായതിനാൽ പരീക്ഷ മാറ്റിവെക്കുന്ന ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.